അങ്ങനെ എനിക്ക് അവരോടുള്ള വിദ്വേഷം കൂടിക്കൂടി വന്നു. പിന്നെ അവരുടെ മകനെന്നുള്ള വിചാരം പോലും ഇല്ലണ്ടായി. എന്നോടൊരിറ്റ് സ്നേഹമോ വാത്സല്യമോ ഒന്നും അവരിൽ നിന്നുണ്ടായിട്ടില്ല. എനിക്ക് പനി വന്ന് വിറച്ചാൽ പോലും അവരാ മുറിയുടെ മൂലയ്ക്ക് പോയിരുന്ന് നാഗരാജാവ്, നാഗമാണിക്യം എന്നൊക്കെ പുലമ്പയുള്ളൂ. അതെന്താച്ചാ ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞ? അതൊരു ശാപ മോനെ, അതൊരു ഭ്രമം മാത്രമാണ്. അതിന്റെ പിന്നാലെ പോയാലുണ്ടല്ലോ എന്തായി തീരുന്ന ആർക്കും പറയാനാവില്ല. കിട്ടിക്കഴിഞ്ഞ സ്വർഗ, കിട്ടിയില്ലെങ്കിലോ നരകം. ആ നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നെന്താ? പിന്നെന്താവാനാ, ഒരു ദിവസം ഒരു കെട്ടും പാണ്ടവും മുറുക്കി നാഗമാണിക്യം തേടി ഇറങ്ങിയതാ. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടേ ഇല്ല. അങ്ങനെയാണോ? എന്നിട്ട് ആരോ ഒരാളാ മലയുടെ മുകളിൽ കിടക്കുന്ന കണ്ടത്. അത് മരിച്ച അവസ്ഥയിലെന്നാ പറഞ്ഞത്. അത് നേരാണോ നുണയാണോന്ന് എനിക്കിപ്പോഴും അറിയില്ല. പിന്നെ അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകാൻ മാത്രം അവരോട് എനിക്ക് യാതൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. അവര് ചാവേണ്ടത് തന്നെ. ഓ, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി മരിച്ചു എന്നത് സത്യമാണോ? ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ തിരിച്ചു വന്നേനെ. ഇതുവരെ വന്നിട്ടേയില്ല. അതിന് എന്തേലും ആവട്ടെ. അവരെന്ന് പറഞ്ഞ ആ വ്യക്തിയോട് എനിക്ക് ഒരു മമതയില്ല. എന്റെ മുതലാളി മാത്രം എനിക്കൊരു വഴികാട്ടിയായത്. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണക്കാരൻ അദ്ദേഹമാണ്. എന്റെ സഹോദരനായി, എനിക്കൊരാശ്രയമായി, അച്ഛനായി, എന്റെ അമ്മയായി. ഇപ്പൊ നോക്ക്, ഇപ്പോഴും എന്റെ നിഴൽ പോലെ കൂടെ തന്നെ ഉണ്ട്. എന്റെ ജീവിതം തന്നെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക. തൃശൂൽ, എന്താ ഇത്? ഈ നേരത്തെ ഇവിടെ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല മാഡം, നിങ്ങൾ എനിക്ക് ഓർമ്മ വന്നു, ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. ഈ സമയത്ത് വിളിച്ച ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ പുറത്തു നിന്നത്. അല്ല തൃശൂൽ, ഈ രാത്രി നീ... അത് തലയിൽ മുഴുവൻ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാ മാഡം. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, ഇങ്ങോട്ട് പോന്നു. മാഡം, നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് ഓർത്ത് ഒരു കാരണവശാലും വിഷമിക്കാൻ നിൽക്കരുത്. എപ്പോഴായാലും ശരി, എന്തായാലും ശരി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നതല്ല മാഡം, എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാ. ശരി തൃശൂൽ, ബട്ട് നീ ഇത്ര ലേറ്റ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട മാഡം. അതായത് നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് കരുതിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയുമെന്ന് കരുതിയോ ഒന്നും വന്നതല്ല ഞാൻ. എനിക്കിവിടെ ഒന്ന് വന്ന് നിൽക്കണം തോന്നി, അതുകൊണ്ട് വന്നതാ. നിങ്ങൾ പോയി ഉറങ്ങിക്കോന്നേ. ചെല്ലു മാഡം. അയ്യോ മാഡം, താഴേക്ക് എന്തിനാ വന്നേ? വീട്ടിന്റെ അകത്തേക്കെങ്കിലും വാ പ്ലീസ്. മാഡം, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നിങ്ങൾ തിരിച്ചു കയറി പോയേ, ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനാ? അയ്യോ, അങ്ങനെ ഒന്നും ചിന്തിക്കില്ല മാഡം. ഞാൻ പോയി ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം വീട്ടിലേക്ക് പോ. എനിക്ക് ഉറക്കമേ വരുന്നില്ല. അയ്യോ, ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഉറക്കമേ വരുന്നില്ല. മാഡം, നിങ്ങൾ ചിരിക്കുമ്പോ ഒരു മാലാഖയെ പോലെ ഇരിക്കുന്നത്. ഈ നട്ടപ്പാതിരക്ക് ഇങ്ങനെ കള്ളം പറയണോ? ഇത് കള്ളമല്ല മാഡം, സത്യ. മാലാഖമാരെ കാണാത്ത നീ എന്നെ മാലാഖ എന്ന് പറഞ്ഞ അത് കള്ളല്ലാതെ എന്താ? മാഡം, നിങ്ങൾ എന്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോ വേറൊരു മാലാഖ എന്തിനാ? അത് വേണോ? ശരി ശരി, നിന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലേ നേരം വെളുക്കും, അത്രയുള്ളൂ. മാഡം,
വെളിച്ചത്തിന്റെ ഒരു കടല് തന്നെ നിറഞ്ഞു നിൽക്കാം. വേറൊരു വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യമില്ലെന്നേ. എന്താ തൃശൂൽ അവർകൾ മഞ്ഞ് പെയ്യുന്ന ഈ നേരത്ത് കവിയായി മാറിയല്ലോ. കവിയായി മാറാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഹൃദയത്തിനകത്ത് പ്രണയമുണ്ടെങ്കിലേ ആർക്കും കവിയായിട്ട് മാറാം. പക്ഷേ ആ ഹൃദയത്തിനകത്ത് ഒരു ദീപം തെളിയിക്കാൻ ആരെങ്കിലും വരണം, അത്രേ ഉള്ളൂ. എന്തു പറ്റി? ഒന്നും പറയാനില്ലേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അതിന് നീ പിന്നെ സാഹിത്യം പറയും. വാക്കില് മുഴുവൻ സാഹിത്യം വരുമ്പോഴല്ലേ മഹാകവിയാകുന്നത്. നോക്ക് തൃശൂൽ, നീ മഹാകവിയായിട്ട് മാറുകയും വേണ്ട, എന്റെ ഉറക്കം കളയും വേണ്ട. ഞാൻ സമാധാനായിട്ട് ഉറങ്ങണമെങ്കിൽ ആദ്യം നീ വീട്ടിൽ പോയിട്ട് സമാധാനായിട്ട് ഉറങ്ങും. നിദ്ര കട്ടെടുത്ത് കൊണ്ടുപോകാൻ വന്ന മായാവിയൊന്നുമല്ല ഞാൻ. ശരി, ഞാൻ പോയിക്കോളാം. നിങ്ങൾ പോയി കിടന്ന മാഡം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ നിദ്രയൊക്കെ എപ്പോഴേ പോയി. ഞാൻ കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴെല്ലാം നിങ്ങൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണുകൾ അടച്ചുകൊണ്ട് സ്വപ്നം കാണുന്നതിന് പകരം കണ്ണു തുറന്നുകൊണ്ട് നിന്നെ കാണുന്നതല്ല നല്ലത്. ചേച്ചി ചേച്ചി പറഞ്ഞ പോലെ ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ബ്രെഡും ജ്യൂസും എല്ലാം കാറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോ? വേണ്ടടാ, അത്രയും മതി. വേണ്ടല്ലേ? ഓക്കെ. എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? ഞാൻ മാത്രമല്ല, നിങ്ങളും വരുന്നുണ്ടല്ലോ. ഞാനോ? നിങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയല്ലേ പോകുന്നേ? എന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ ആരാ? അളിയ, ചേച്ചിക്ക് എപ്പോ എന്താ സംസാരിക്കണമെന്ന് പോലും അറിയില്ല. അല്ലളിയ, അളിയന്റെ ഫ്രണ്ടാ സാംബശിവനില്ലേ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരെ പോവാം. നിങ്ങൾ ആരെങ്കിലും സാംബശിവനെ കാണാൻ പോവുകയാണെങ്കിൽ നാഗങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് സത്യങ്ങൾ അറിയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് എത്ര ദിവസമായി? ഒറ്റ തവണ പോലും ഇതുവരെ ഒന്ന് പോയി കണ്ടിട്ടില്ല. അതുകൊണ്ടാ ഒന്ന് പോയി കണ്ടുവരാന്ന് വിചാരിച്ചത്. നിനക്കെന്താ കോമൺ സെൻസ് ഇല്ലേ? എന്താ നിങ്ങളുടെയൊക്കെ വിചാരം? ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നോ? ഡാ ഗോവിന്ദ. അളിയ, എന്തിനാ അവനോട് ഇങ്ങനെ ചൂടാവുന്നേ? ഹോസ്പിറ്റലിൽ വരെ പോകുന്നതുകൊണ്ട് എന്താ ഇത്ര തെറ്റ്? ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞത് ഞാനാ. അതാ ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പമെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ ഫോൺ ചെയ്യാൻ തുടങ്ങിയത്. ഭാഗ്യം, അതൊന്നും ഇനി ചെയ്യണ്ട. ദമയന്തി, സാംബശിവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവന്റെ വീട്ടിലാർക്കും അറിയില്ല. ആണോ? ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വേറെ ഏതോ രാജ്യത്തേക്ക് പോയിരിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അങ്ങനെ കള്ളം പറഞ്ഞിരിക്കുന്നേ? ദമയന്തി, അവന്റെ ഭാര്യ ഒരു ഹാർട്ട് പേഷ്യന്റാ. ഈ കാര്യം അറിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാ അവരെ ഒന്നും അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചത്. ഈ കാര്യം ഇതോടെ മറന്നേക്ക്. ഇനി ആരോടും പറയാൻ നിൽക്കണ്ട. വാ 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 വാ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. പറയണം ബോസ്. എന്തൊക്കെയാ വിശേഷങ്ങൾ? ശിവാനിയെ പറ്റി നീ എന്തെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തില്ല? എത്ര ദിവസമായിട്ട് നിന്റെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ, കഴിഞ്ഞ ദിവസം നീ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വരെ പോയതല്ലേ? ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് നീ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. അയ്യോ, എന്താണ് ബോസ്, അവർ വേറൊരു ടൈപ്പാണെന്നേ. നന്നായി സംസാരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും. എങ്കിലും എന്തോ ഒരു നിഗൂഢതയാ. ചുമ്മാ ഞാനും സംസാരിച്ചോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. പെമ്പിള്ളേരെന്ന് പറഞ്ഞ അങ്ങനെയാടാ, അത് വിട്. നീ എന്തായാലും സമയമെടുത്ത് ചെയ്താൽ മതി. എനിക്കൊരുപാട് ധൃതിയൊന്നുമില്ല. ഓക്കെ? ഏയ് തൃശൂൽ, നീ എന്താ ആകെ ഡല്ലായിരിക്കുന്നത്? എന്താ പറ്റി? ഒന്നുമില്ല കൊച്ചു മുതലാളി. നീ കാര്യം എന്താ വെച്ചാൽ പറടാ. അത് ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ ബോസ്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ ആണെന്ന്. അതുകൊണ്ടാ എനിക്കൊരു മൂടില്ല. എങ്ങനെയുണ്ട് അവർക്കിപ്പോ? എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടോ? 3rd സ്റ്റേജാ. ഹേയ്, അതിന് നീ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? 3rd സ്റ്റേജിൽ ഈസി ആയിട്ട് മാറാവുന്നേ ഉള്ളൂ. ഇതത്ര വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നീ വെറുതെ അനാശായിട്ട് ചിന്തിച്ചു കൂടണ്ട. അങ്ങനെയാണെങ്കിൽ ഭേദാവല്ലോ അല്ലേ? ഉറപ്പായിട്ട് മാറിയിരിക്കും.
ബോസ് നിങ്ങൾക്ക് ഒരുപാട് നല്ല ഡോക്ടേഴ്സിനൊക്കെ പരിചയമുള്ളതല്ലേ? ആരെങ്കിലും ഒരാളുടെ ഒറ്റൊരു അപ്പോയിന്റ്മെന്റ് ഒന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? അത്രയല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കാം. ഹലോ, ഹായ് അങ്കിൾ, ഐ എം ത്രിവിക്രമൻ, ദിഗ്വിജയുടെ മകൻ. ആ അങ്കിളിന് സുഖല്ലേ? എൻ്റെ ഫ്രണ്ടിന് ഒരാൾക്ക് ക്യാൻസറാ. അതിന്റെ ട്രീറ്റ്മെന്റിനൊരു അഡ്വൈസ് വേണമായിരുന്നു. സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്കിളെ വിളിച്ചേ. ഓക്കെ അങ്കിൾ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ കണ്ട, ഒരു മിനിറ്റിനുള്ളിൽ കാര്യം നടന്നു. ഒരുപാട് നന്ദിയുണ്ട് ബോസ്, ഞാനാകെ ടെൻഷനിലായിരുന്നു. ഏയ്, ഇതിനൊക്കെ എന്തിനാടാ താങ്ക്സ് പറയുന്നത്? ഓക്കെ, എനിക്ക് പോയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. തൃശൂലുമായിട്ട് നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലതെന്ന് നീയല്ലേ എന്നോട് പറഞ്ഞത്? ഞാനും ആ വാക്കുകൾ വിശ്വസിച്ചു. പക്ഷെ അവൻ ഇന്നലെ രാത്രി മുഴുവൻ ഈ വീടിന്റെ മുന്നിലുണ്ടായിരുന്നു. എനിക്ക് എന്തു പറ്റി, എന്താ കാര്യം എന്നറിയാതെ വല്ലാതെ വിഷമിച്ചു പാവം. നമ്മൾ അവനെ വല്ലാതെ കഷ്ടപ്പെടുത്താ നീലി. അത് വിട്ടേക്ക് ശിവാനി, അവന് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഇവിടെ വന്ന് നിന്നതായിരിക്കും. ഇത് തമാശയല്ല നീലി. പാവം, നമ്മൾ പറഞ്ഞൊരു കള്ളം കാരണം അവന്റെ മനസ്സ് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നറിയോ? ഇനി അവൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് തെറ്റല്ലേ? ശിവാനി, നമ്മൾ ആ അവസരം മുതലെടുത്ത് നമ്മുടെ കാര്യം നോക്കുന്നു. അത് മനസ്സിലാക്കുന്നീ. നാഗമാണിക്യവും ആദിശേഷനും, ഈ 2 കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത്. അതിനെന്താണോ ചെയ്യേണ്ടത് അത് തന്നെയല്ലേ ചെയ്യുന്നത്. നീ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് നീലി. പക്ഷേ നമസ്കാരം മാഡം. വരും സാർ, അകത്തേക്കോ? എന്താ മാഡം, സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാരാന്ന് മനസ്സിലായില്ല. ഓ, മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞാനേ ചെയ്യുന്നതെല്ലാം കുറച്ച് ഡിഫറെന്റാ. ഇവര് ലാബിൽ നിന്ന് വന്നതാ. ഇദ്ദേഹത്തെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? പറയാം സാർ, ഇരിക്കെ. ഹലോ മാഡം, നിങ്ങളെന്തിനാ നിൽക്കുന്നേ? ഇരിക്കുന്നേ, ഒന്നിരിക്കുന്നേ, സംസാരിക്കാലോ. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിനുവേണ്ടിയാ ഇവർ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അതിന് ഇവരെന്താ ചെയ്യാൻ പോന്നെ? ഒന്നുമില്ല മാഡം, കയ്യിലുള്ള സിറിഞ്ച് വെച്ച് വിരലിൽ പടുക്കയെന്ന് പറഞ്ഞൊരു കുത്തി സ്വല്പം ചോരെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. രക്തോ? ഒരേ ഒരു തുള്ളി രക്തം മതി മാഡം. അവരത് എടുത്തുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്ക് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കൊണ്ട് തരാൻ വേണ്ടി, അത്രേ ഉള്ളൂ. മാഡം, ആ രക്തം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളയുന്നേ. ശരിയാ, ജീവിതത്തിന്റെ ഗതി തന്നെ മാറിപ്പോവും. ശരിയല്ലേ? കറക്റ്റല്ലേ? അതുകൊണ്ട് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഇവനെങ്ങാനും രക്തം എടുത്തോണ്ട് പോയാൽ ശിവാനിയുടേത് മനുഷ്യരക്തം അല്ലെന്ന് മനസ്സിലാവും. എന്താ ചെയ്യാ? ഇയാൾക്ക് രക്തം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടും. എന്താ കാര്യം? എന്തുകൊണ്ടാ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? അതെ, അവര് ലിറ്റർ കണക്കിന് ചോര കൊണ്ടുപോകാനെന്നല്ല വന്ന്. കുറച്ച് സാമ്പിളിന് വേണ്ടി ഒരു തുള്ളി എടുത്താൽ മതി. അതെ ഗൗതം സാറേ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെ മാഡം, വളരെ കുറച്ച് മതി. നോക്കൂ, ദയവായി ഒന്നും വിചാരിക്കരുത്. ശിവാനി മാഡം ഇപ്പോഴേ ഹോസ്പിറ്റൽ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് ഓടി നടന്ന് ക്ഷീണിച്ചിരിക്കുക. പോരാത്തതിന് ശിവാനി വല്ലാത്ത മനോവിഷമത്തിലുമാണ്. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ഞാൻ തന്നെ ഫോൺ ചെയ്ത് പറയാം എപ്പോഴാ ഇങ്ങോട്ട് വരേണ്ടതെന്ന്. അല്ല മാഡം, ഇത് വെറും 2 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഐ നോ ത്രിശൂൽ, ബട്ട് ശിവാനി ഈസ് വെരി അപ്സെറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത പ്രാവശ്യം എപ്പോഴാ വരണ്ടതെന്ന് ഞാൻ വിളിച്ചറിയിക്കാം. ദയവായി ഇപ്പൊ പൊക്കോളൂ. തൃശൂർ, നിന്റെ നല്ല മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മൂഡ് ശരിയല്ല. നിങ്ങളൊന്ന് ഫോൺ ചെയ്തിട്ട് വരുമായിരുന്നെങ്കിൽ ഞാനിത് അപ്പോഴേ പറയുമായിരുന്നു. ഐ എം സോറി ത്രിശൂൽ. ശരി, വിട്ടേക്ക്. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. വരൂ സാർ, നമുക്ക് പോയേക്കാം.
ഗുരുദേവ, നമ്മുടെ കുലരക്തം എങ്ങനെയുള്ളതായിരിക്കും? അത് ദേഹത്ത് നിന്നെടുത്താൽ എന്തായിരിക്കും പരിണിത ഫലം? നാഗങ്ങളുടെ രക്തം വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അതിലാണെങ്കിലോ അനുഗ്രഹീതരായ നാഗങ്ങളുടെ രക്തത്തിന്റെ ഗുണം വളരെ വിശേഷമുള്ളതാണ്. ആ രക്തമെടുത്ത് പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ അത് സ്വർണമണികൾ പോലെ തിളങ്ങും. അങ്ങനെയാണെങ്കിൽ നാഗലോകത്തിലുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഗുരുദേവ. അതെ, തീർച്ചയായും മനസ്സിലാവും. നിലാവെളിച്ചത്തിൽ ആ രക്തത്തുള്ളികൾ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ആ രക്തത്തുള്ളികൾ വേറെ ഏതെങ്കിലും ജീവി സ്പർശിച്ചാൽ 8 ദിവസത്തിനുള്ളിൽ ആ ജീവിയുടെ ദേഹം നീല നിറമായി മാറും. അങ്ങനെയെങ്കിൽ ത്രിവിക്രമനും തൃശൂലും ഇതിലാരാണ് എന്റെ ആദിശേഷൻ എന്ന് കണ്ടുപിടിക്കുന്നതിന് ഇത് ശരിയായ മാർഗമല്ലേ? അതെ, പക്ഷേ ആ രക്തം സംഭരിക്കുന്ന നേരത്ത് അതീവ ശ്രദ്ധ വേണം. തെല്ലെങ്കിലും നിങ്ങളുടെ മേൽ സംശയം തോന്നിയാൽ നമ്മുടെ സർവ്വ പ്രയത്നങ്ങളും വിഫലമാകും. ഇല്ല ഗുരുദേവ, ഇപ്പോൾ അപ്രതീക്ഷിതമായി അങ്ങനൊരു അവസരം വന്നിട്ടുണ്ട്. അത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എങ്കിൽ സംഭരിച്ച രക്തം എത്രയും വേഗം പരിശോധന നടത്തണം. 4-5 ശ്രമങ്ങളിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. ശരി ഗുരുദേവ. ആദിശേഷൻ ആരാണ്, നാഗമാണിക്യം എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പ്രയത്നം സഫലമാകട്ടെ. ഈ അവസരത്തിൽ തീർച്ചയായും നമ്മൾ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പോയി വരട്ടെ ഞാൻ. ശുഭമാകട്ടെ. പോയി വരൂ. നന്ദീശ, ഗുരുക്കള് ആ പാമ്പിന്റെ മേലെ പ്രയോഗിക്കാനായിട്ടൊരു ചൂർണം തന്നു വിട്ടില്ലേ? അതിവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് മുതലാളി. ഗുഡ്. ആവശ്യം വരും. എന്തിനിപ്പത്? എന്റെ മനസ്സിൽ തോന്നിയ ഒരു വലിയ സംശയത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് പിന്നെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ തന്നെ മുതലാളി അത് വ്യക്തമാക്കാതെ വിടാറില്ല. അതെന്റെ ബ്ലഡിന്റെ ഗുണമാണ് നന്ദീശ. എന്റെ മനസ്സിൽ എന്ത് ചോദ്യം ഉണ്ടായാലും അതിന് എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയിരിക്കണം. അതിപ്പോ പേഴ്സണൽ ആണെങ്കിലും വേറെ ആരുടേതാണെങ്കിലും സത്യം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയണം. നെഗ്ലക്ട് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. ഇപ്പോഴീ അലട്ടുന്ന പ്രശ്നം ശരിക്കും എന്താ മുതലാളി? നമ്മുടെ നാട്ടിലേക്ക് നാഗങ്ങൾ എത്തിയിട്ടുണ്ട്. സാംബശിവനെ കടിയേറ്റപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്തു. നമ്മുടെ വീട്ടിലേക്ക് വന്ന പാമ്പ് നാഗറാണി അല്ലായിരിക്കാം, പക്ഷേ ശിവാനി വേറെ ഒരു നാഗകന്യകയാണെങ്കിലോ? അല്ല മുതലാളി, അതിനെപ്പറ്റി തെളിവുകളൊന്നും നമ്മുടെ പക്കലില്ലല്ലോ. മാത്രമല്ല, ആ കുട്ടി സംസാരിക്കുന്നതാവട്ടെ ആ പാമ്പിനെ കണ്ടപ്പോൾ നമ്മൾ പേടിച്ച ഓർമ്മയുണ്ടല്ലോ. അവൾ നാഗൊന്നാവാൻ വഴിയില്ല. അതൊക്കെ ശരി തന്നെയാണ് നന്ദീശ. എന്നാലും എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും എന്തോ ഒരു സംശയം പോലെ. നമുക്ക് അവളുടെ മേലുള്ള സംശയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ പറ്റും. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ? നമ്മുടെ കയ്യില് ഗുരുക്കൾ തന്നയച്ച ചൂർണമില്ലേ? അവൾ നാഗറാണിയാണോന്നറിയാൻ അവളുടെ രക്തത്തിൽ അത് പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് അവളുടെ രക്തമെടുക്കണം. ഐഡിയ ഒക്കെ എന്തായാലും ഉഷാറായിട്ടുണ്ട്. എന്നാലും രക്തം നമ്മൾ ഇവിടെ നിന്ന് ഒപ്പിക്കുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും നന്ദീശ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.